ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കഴിഞ്ഞു, ഇന്ത്യ കിരീടം മേടിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 3 പ്രാവശ്യം മത്സരം ഉണ്ടായി. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പം പലതരത്തിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ, ഭീകരാക്രമണങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെയൊക്കെ പേരിൽ ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും മുറിവേറ്റിട്ടുണ്ട് ഒത്തിരിയധികം. ഈ കളി കഴിഞ്ഞപ്പം ആ മുറിവുകൾ ഉണങ്ങുകയല്ല ചെയ്തേക്കണം, അത് വീണ്ടും ഒരു 10 ഇരട്ടിയായിട്ടെങ്കിലും വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഇന്ത്യക്കാരുടെ ഉള്ളിലും മുറിവുകൾ വർദ്ധിച്ചിട്ടുണ്ട്, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉറപ്പായിട്ടും പാകിസ്ഥാൻകാരുടെ ഉള്ളിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. ഞാനിത് ദേശസ്നേഹത്തെക്കുറിച്ചല്ല പറയണത്, മറിച്ച് സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പാകിസ്ഥാൻകാരെ കുറിച്ചൊക്കെ പറഞ്ഞ സ്ഥിതിയിൽ എന്നെ ദേശവിരുദ്ധനെന്ന് ആക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് സമാധാനമാണ് വിഷയം. പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുന്നു എന്നുള്ളതാണ് വചനത്തിൽ പറയുന്നത്. പലപ്പോഴും നമ്മൾ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ നമ്മളുടെ ഉള്ള സമാധാനത്തെ കൂടെ നശിപ്പിച്ചു കളയണമായിട്ട് മാറാറുണ്ട്. വീട്ടിലായാലും നാട്ടിലായാലും ഇടവകയിലായാലും രാജ്യത്തായാലും ഒക്കെ വഴക്ക് തീർക്കാൻ വേണ്ടി നടത്തുന്ന അനുരഞ്ജന മീറ്റിങ്ങുകളിലൊക്കെ അങ്ങനത്തെ സാധനങ്ങളിൽ ആ വഴക്ക് വീണ്ടും വർദ്ധിപ്പിക്കുകയും വീണ്ടും മുറിവുകൾ ആഴമുള്ളതാകുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിൽ ചിലപ്പോൾ ജീവിത പങ്കാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി, അത് പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിൽ ആ വഴക്കും ആഴം കൂടുകയാണ്. ഇന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതുകൊണ്ട് പ്രാർത്ഥിക്കാം, എന്റെ സമാധാന പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറയും. എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വഴക്കുകൾ തീർക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന പരിശ്രമങ്ങളെ എന്റെ ഈശോയെ നീ അനുഗ്രഹിക്കണമേ, അത് വഴക്ക് തീരാൻ തന്നെ ഇടയാക്കി തരണമേ, അത് വഴക്ക് വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ട് മാറ്റരുതേ എന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ഏറ്റവും പ്രത്യേകമായിട്ട് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.